ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള രാമായണക്കാറ്റ് ഇന്ന് 18ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മുംബൈ ചാപ്റ്ററാണ് ഇന്ന് രാമായണക്കാറ്റ് കൂടി അവതരിപ്പിക്കുന്നത്. രാമായണ ഭാഗങ്ങൾ പാരായണം ചെയ്യും. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഇത് നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തിലെ ഭക്തിപരവശനായി എന്ന് തുടങ്ങുന്ന ഭാഗം മുതൽ കൽപ്പിച്ചതിങ്ങനെ നമ്മെ നോർത്തവർ എന്ന ഭാഗം വരെയാണ് പാരായണം ചെയ്യുന്നത്. മുംബൈ ചാപ്റ്ററിൽ നിന്നും പാരായണം ചെല്ലുന്നവരുടെ പേരുകൾ തന്നിട്ടുണ്ട്. എല്ലാവരും പാരായണം ചെയ്യുന്നതിന് തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. ആദ്യമായിട്ട് ഗുരുസ്മരണയ്ക്കായി ശ്രീമതി രമാ രാമകൃഷ്ണനെ സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി രമാ രാമകൃഷ്ണൻ മ്യൂട്ട് മാറ്റിയിട്ട്. നമസ്തേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാണം ശൂലപാണിം ഹരിമമരപതിം ഭാസ്കരം സ്കന്ദമിന്ദും വിഷ്ണും വന്യം ധനേശം വരുണമപി യമം ധർമ്മമാര്യാൻ ഫണീന്ദ്രം ദേവീ സമേതാൻ ഗ്രഹമുനിഭിതൃഗോപക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്താൻ സകല പരിവൃഢാൻ സർവഭൂതൈ നമാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമോസ്തു രാമായ സരമണായ ദേവ്യൈ തസ്മൈ ജനകാത്മജായേ നമോസ്തു രുദ്രേന്ദ്രയമാനിഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. ആഞ്ജനേയമതിപാടലാലനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവനം ഭാവയാമി പവമാനനന്ദനം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. ജയശങ്കര. വളരെ സന്തോഷം ശ്രീമതി രമാ രാമകൃഷ്ണൻ. ഇന്ന് സീതാന്വേഷണ ഉദ്യോഗം ആണ് വായിച്ചു തുടങ്ങുന്നത്. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോട് നിർത്തിച്ചത് ഇതന്നേരം. നമുക്കിന്ന് പേര് തന്നിരിക്കുന്നത് ആദ്യം ശ്രീമതി കൃഷ്ണകുമാരി അജയാണ്. കൃഷ്ണകുമാരി അജയ് അതായത് കരുതുന്നു വായന ആരംഭിക്കാവുന്നതാണ്. സാദരം മ്യൂട്ടാണ്, മ്യൂട്ട് മാറ്റിയിട്ട്. ജയശങ്കര. ജയശങ്കർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ
നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞ് ഒന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ. നാസാസരിദ്വീപ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ. ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാദികളെ ഒടുക്കും ഇവരിനി. ഗജബലന്മാരിതിലുണ്ടു താൻ കേജിൽ ദശ ഗജശക്തിയുള്ളോരുണ്ട്. കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോൽപല രൂപികൾ. കനക സമാന ശരീരകൾ കേചന രക്താന്ത നേത്രം ധരിച്ച കേചന ദീർഘബാലന്മാരധാപരേ ശുദ്ധ സ്ഫടിക സംകാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴത്തിങ്കലുറച്ചവർ. സംഖ്യയില്ലാതോളമുണ്ട് കവിവലം. മൂലഫലതള പക്വാസനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ. താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ. വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പൂർണിവനല്ലോ. കോടീഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവൻ. എന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിദാതൻ പ്രമാതിശരപൻ സുഷേണനും. ശൂരൻ സുമുഖൻ തതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ ദളൻ വിനതൻ മമ താരാതനയനാം അങ്കദനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവ വാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഹേ. ശ്രീരാമവാക്യാമൃതം വാനരവീരൻ അതു 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന തുന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമായി ചെന്ന് ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല ഭദ്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിന്നു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏണാങ്കശേഖരൻ തന്നാണ നിർണയം. 4 കൂടത്തോടുമിത്തം നിയോഗിച്ചു 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നെ ചീടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നീടിനാൽ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തിയാ തൊഴുതിതുമായൂതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മനസ്സേ വിശ്വാസമുണ്ടാമതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ.
രാമനാമാങ്കിതമാം അങ്കുലീയകംഭാമിനിക്കുൾ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നെ ചീടിനാൽ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാദിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജനാദികളൊക്കെ വിന്ധ്യാചലാടവി പുക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠൻ എന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വളരെ സന്തോഷം. വരെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് സ്വയംപ്രഭാഗതി എന്ന് അത് പാരായണം ചെയ്യുവാനായി ശ്രീമതി രമാ രാമകൃഷ്ണനെ സാദരം ക്ഷണിക്കുന്നു. മ്യൂട്ടാണ്. ജാനകീകാന്ത സ്മരണം ജയ രാമ രാമ. ശ്ലോകം 1430. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്യാ തൊഴുതു വായുധനയനും അപ്പോൾ അവന് വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുദൂസകെ. രാമനാമാങ്കിതമാമങ്കുലീയകം കാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നെ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരയെ കൊണ്ടുപോയി രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം. അല്പം പുറകോട്ടാണ് വായിച്ചത്. സ്വയംപ്രഭാഗതി എന്നുള്ളതാണ്. ിരിക്കുന്നത് 1431 മുതലാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ്. 1460 മുതൽ വായിച്ചോളൂ. 1460 കഴിഞ്ഞിട്ട് സ്വയംപ്രഭാഗതി. വായിച്ചോളൂ. മറ്റുള്ളവർ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. ശ്രീമതി രമാ രാമകൃഷ്ണൻ തുടർന്നോളൂ. ഓക്കെ. ഹരേ രാമ രാമ പ്രഭാകതി. അന്ധകാരാരണ്യമാസു പൊക്കിടിനാർ അന്തരാടാകവും വർദ്ധിച്ചിരേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ചിഗ്വയോടും നടക്കുന്ന നേരത്തൊരു ഗൽപുരം തത്ര കാണായി വിധിവശാൽ വല്ലീ ദൃണഗണച്ചന്നമായോന്നതിൽ ഇന്നയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷ പ്രൗഞ്ച ഹംസാധിപത്യകൾ ഊർദ്ധദേശേ പരന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാൽ നല്ല ജലമിതിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവர்களுം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തുകയും പിടിച്ചാകുലാൽ ഭിന്നതയോടും നടന്നുപോയി ചെന്നാരതീവ ദൂരം. തത്ര കണ്ടതു മുന്നിലാം മാരതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം വരം. ഭാവികളുണ്ട് മണിമയ വാരിയാൽ ആപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങൾ വൃക്ഷങ്ങളുമുണ്ട് കൽപ്പദ്രുമതുല്യമായി
പീയൂഷ സാമ്യമതുദ്രോണ സംയുത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാനി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിട്ടരെ ചിത്രാകൃതി പൂണ്ടൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട യോഗിനി നിശ്ചല ജ്ഞാന നിർഗതയായി പാവകജ്വാലാസമാപകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. തക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൾ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇഞ്ഞു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം. ഹരേ രാമ രാമ ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ. രാധാകൃഷ്ണൻ ജി. വളരെ സന്തോഷം. അടുത്തത് ശ്രീ രാധാകൃഷ്ണൻ അവറുകളാണ്. സാദരം ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസല തെങ്കലയോധയെ ഉത്തമയുണ്ടു ഭൂരിഭൂതലേ. തത്രൈവ വാണോ ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞതു നാലുപേൻ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നു അറിഞ്ഞാലും താതാന്യ വനവാസാർത്ഥമായവൻ ദാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനതലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള നിശാചരൻ കട്ടുകൊണ്ടുപോയ പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണാകും മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സാഖ്യവും ചെയ്തതോ തമ്മിൽ അന്യോന്യമായി. എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു നിഗ്രീവനും രാജം നൽകിയിടിനാൻ. ശ്രീരാമനോം ഇതൻ മൃത്യുപകാരമായ രാഞ്ഞു സീതയെ കണ്ടുവരികെന്ന് വാരണ നായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതെല്ലാടവും. ദക്ഷിണത്തേക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിപുരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാൽ വന്നു മോഹേന ഗഹുരം പൂക്കിയതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരുന്നതും ഞങ്ങളേതോ മറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി തനിതനുമതു കേട്ടവരോട് വേഗേനമായ മന്ദസ്മിതം പൂണ്ടു ചൊല്ലിയിടിനാൻ. പക്ക ഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് തമൃതപാനം ചെയ്തു തൃപ്തി ഊത്തേ തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലി തരുവാൻ ഞാൻ. എന്നതോ കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചോ മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞോ ദേവി സമീപം പോകോ ബദ്ധാഞ്ജലി പൂണ്ടു നിന്നൂരനന്തരം. ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിയിടിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെ യതുമൂലം ദിവ്യപൂരമിതം നൽകിനാനീശ്വരൻ ദിവസംവത്സരയുധായുധം. ഈ ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ സൽസഖീ ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരെ പോരു ഗന്ധർവപുത്രേ സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചതോ ഹേമയം നിർമ്മലഗാത്രയും എന്നോടു ചൊല്ലിയിടിനാൾ. സന്തതം നീ തപസ്സു ചെയ്തിരിക്കടോ ജന്തുക്കൾ ഇവിടെ വരികയുമല്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി.
ഭൂഭാരനാശനാർത്ഥം വ്യവനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ടുള്ളതേ ക്രൂരനായിടും ദശാനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹ മന്ദിരേ സക്കര ചെയ്തവരെ പ്രീതി പൂണ്ടു നീ മാർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാ പരമേശ്വരേച്ചാൽ വരും തവ മുഖ്യപ്രദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാൻ ഇന്നിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചേടുവൻ ചിത്തം തെളിഞ്ഞവൻ കണ്ണടച്ചേടിനാൻ സത്വരം പൂർവസ്ഥിത അടവി പൊക്കിതു ചിത്രം വിചിത്രമെന്നോർത്തവൻ പദ്ധതിയുടെ നടന്നു തുടങ്ങിയിടിനാർ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വളരെ സന്തോഷം രാധാകൃഷ്ണൻ സാർ. ഇനി അടുത്തത് സ്വയംപ്രഭാ സ്തുതിയാണ്. അത് പാരായണം ചെയ്യാനായിട്ട് ശ്രീമതി ശാന്ത നായരെ സാദരം ക്ഷണിക്കും. ജയ് ശ്രീരാം. സ്വയംപ്രഭാ സ്തുതി. യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാക്കിയ ലക്ഷ്മീശനെ കണ്ടു കൃത്ത പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുതാസ്തുത്വാ ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിതേ കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ തദ്രൂപ സന്ദർശനാർത്ഥം തപോബല അദ്യൈവ നൂനം ബലിതം രഘുപദേ ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേക്ഷമേ സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം മായായവനികാചന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി ലോകേശ മുഖ്യമൗരവും അർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവ തീർന്നനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവതത്വം ജഗത്രയേ സച്ചിൻ പുരുഷനറിയും സുഹൃതിനാം രൂപം തവേദം സദാ ബാധു മാനസേ താപസാന്തസ്ഥിതം താപത്രയാമഹം നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മ മരണ ഭീതാനാമ ദർശനം സന്മാർഗദർശനം വേദാന്ത ദർശനം പുത്രകളത്രാമിത്രാദി വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കുമില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയൻ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ ദേ നമ സ്വൽമാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ ദേ നമ വേദാത്മകം രാമരൂപിണ ഈശാന ആദ്യ അദ്യന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ മർത്യവിടംബരം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതിര്യന്മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻ മഹാമായ വിടംബരം നിർണയം കൽമഷഹീന കരുണാമി ദേവി പോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായ കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാ പീയൂഷവാന സിദ്ധിക്കെന്നു ചൊല്ലുന്നത് കൗസല്യാൽ പാർഥ്യനായി കിട്ടിയ മൈഥിലി ഭാഗ്യ സിദ്ധിക്കെന്നിതു ചിലർ സ്രഷ്ടാവുദാ ദുഷ്ട നിശാചരവംശമൊടുക്കുവാൻ
മർത്യനായി വന്നു പിറന്നിതു നിർണയം. പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിന് നിന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ ധർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്ന് ചൊല്ലിനതു ദിവ്യമുനി ജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതു ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനും മഹാമാർത്തയാക ചിന്മയമായ ഭവൻ സ്വരൂപ ഞാൻ എങ്ങനെയുള്ളവണ്ണറിഞ്ഞിടുന്നത് എങ്ങനെ സ്തുതിക്കുന്നതു മഹം രാമളം കോമളം പ്രാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കുലസേവിത അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമാരാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ജയ് ശ്രീരാം. ഭാഗമായിട്ട് ശ്രീമതി പി. നായർ ആദരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ നമോ നമ, രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാദ നമസ്കൃതിയിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാളിന്നു വന്നു മമ കാംക്ഷിതം മുക്കവേ. എത്ര കുത്രാപി വസിക്കലും തൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. തൽപാദ ഭക്തിത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ. രാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണം എൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്തുചാപബാണാസനദ്ധരം ചാരുമകുട കടക കടിസൂത്രഹാര മകര മണിമയ കുണ്ടല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ, പറ്റായക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കും മഹാഭാഗേ ദേവി, നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രേവ നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേവരം പഞ്ചഭൂതാത്മകം. ചേതെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാരകൂത്തമവാക്യാമൃതം മുതാം ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യയം. മർക്കര സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ലതാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുരൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളം ഉൾപ്പുക്കുഴന്നു നടന്നു നാം ഏതും അറിഞ്ഞീലവാസരം പോയതും മാസം അതീതമായി വന്നിതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതും ഇല്ല നാം രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥ. രാജ്യധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാം, പിന്നെ വിശേഷിച്ചു ശത്രു തന്നെ നാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം. എന്നിലവൻ ഒരു സമ്മോദം എന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമകം ജീവനും രക്ഷയില്ലവൻ. മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവ് തന്നെ ഭാര്യയെ
നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ലപ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചമ്പൂടു ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതുണ്ട് ഞങ്ങളറിയുക നീ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോ. സുരേഷേട്ടൻ മ്യൂട്ടാണ്. വളരെ സന്തോഷം. ഇനി അടുത്ത ഭാഗം വായിക്കുന്നത് ശ്രീമതി ശോഭ രാധാകൃഷ്ണനാണ്. സാദരം ക്ഷണിച്ചുകൊള്ളു. ശരി. ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സീതായ പദയേ നമഃ. ശ്രീരാമജയം. 30 ദിവസത്തിനകം സീതാദേവിയെ കണ്ടുപിടിച്ച് വിവരം അറിയിക്കണമെന്നായിരുന്നു സുഗ്രീവ കൽപ്പന. തെക്കു ദിക്കിലേക്ക് പോയ അന്വേഷണ സംഘം പറഞ്ഞ സമയത്തിനകം ദേവിയെ പറ്റി ഒരു വിവരവും കിട്ടാഞ്ഞതിനാൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. സുഗ്രീവ ശാസനം അനുഷ്ഠിക്കാതെ വന്നാൽ നിഗ്രഹിച്ചിടും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അംഗദൻ ആലോചിക്കുകയാണ് സ്വയംപ്രഭയുടെ ഗുഹയിൽ തന്നെ ഒളിച്ചു താമസിക്കാമെന്ന്. അപ്പോൾ ഹനുമാൻ അംഗദനെ സമാശ്വസിപ്പിക്കുന്ന ഭാഗമാണ് ഇനി വായിക്കാൻ പോകുന്നത്. രാഘവാസ്ത്രത്തിന് അഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തെങ്കിലില്ലെന്നറിയുക എന്ന് ഹനുമാൻ പറയുന്നു. ഇന്നു നാം പോന്ന ഗുഹയിലകം പൂക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടി വണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിദൻ വാദജൻ അംഗദൻ അംഗദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടെ താരാസുതനെന്ന് തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടോ നേരെ ധരിച്ചില്ലാരുമേ. സൗമിത്രിയേക്കാൾ അതിനെ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടോ. പ്രേമത്തിനേതു മിളക്കമുണ്ടായരാ ഹേമത്തിനുണ്ടോ നിറക്കേടുകളെപ്പെടൂ. ആകയാ ഭീതി ഭവാനുര നാളുമേ രാഗൻ പക്കൽ നിന്നുണ്ടായിരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളലിണ്ടകരുതേതുമേ. നാഗാധിപവൻ ആത്മജ നന്ദനാഗളിതം ജാനും തവ ഹിതത്തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കല. ഹാനി വരാൻ ഗുഹയിൽ വസിക്കോ വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലി. രാഘവ അസ്ത്രത്തിന് അഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തിങ്കലെന്ന നീ അല്പമക്കൾ പറഞ്ഞു ബോധിപ്പിച്ചു. ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപ്തു വന്നിടടുത്തിടുന്ന ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വംശത്തിനു കർത്തൃത്വവും വന്നുകൂടുമേ. ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്തമമ്പോട് ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. അയാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സജഗൻ മോഹകാരിണി സീതയാകുന്നതു സീതയാമണനും ജഗദാധാരഭൂതവണീശ്വരൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നത് അയോധ്യയിൽ. രക്ഷോണത്തെ ഒടുക്കി
ജഗത്രയ രക്ഷിത്തുവാൻ കൊണ്ടു വിരിഞ്ചനാൽ ആകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രപരായണൻ ശ്രീഖണ്ഡൻ ശ്രീ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാൻ മുകുന്ദൻ ദയാപരൻ മർത്യനായി വണങ്ങിയ വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗ നാം പരിചരിച്ചിടുവാൻ ഭദ്രനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടുമേറ്റം തപസ്സു ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചു നീയും വൈകുണ്ഠലോകം ചുവാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ അങ്കദനോടി വണ്ണം പര പാവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിജലം പൂക്കു കാശ്യപി പോയി നോക്കി നോക്കി ദ്രുതം ദക്ഷിണഭാരതി തീരം മനോഹരം പൂക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുധാ ദുസ്തമേറ്റമകാം ഭയങ്കരം ദുഷ്പ്രാപമാലൂക്യമർക്ക സഞ്ജയം വൃത്രാരി പാത്മജാതികളൊക്കെയും ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തെ കുറിച്ചുള്ള പ്രഭാഷണമാണ്. അതിന് ശ്രീമതി കൃഷ്ണകുമാരി അജയെ സാദരം ക്ഷണിക്കുന്നു. ജയശങ്കര. തുഞ്ചത്തെഴുത്തച്ഛനാല് രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തിലെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കർക്കടക മാസത്തിലെ ഓരോ ദിവസവും പാരായണം ചെയ്യുന്നത്. ധർമ്മം, നീതി തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളെ കുറിച്ച് കാലാതിവർത്തിയായിട്ടുള്ള പാഠങ്ങള് പകർന്നുകൊണ്ട് ആധുനിക കാലത്തും അതിശക്തമായ ഇതിഹാസമായിട്ട് നിലകൊള്ളുകയാണ് രാമായണം. നമ്മുടെ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കാനും അനുകമ്പ, ധൈര്യം എന്നീ ഗുണങ്ങൾ നമ്മളില് അങ്കുരിപ്പിക്കാനും ധാർമ്മിക തത്വങ്ങളാൽ ജീവിതം നമ്മെ മുന്നോട്ട് നയിക്കുന്നതിനും രാമായണം നമ്മെ സഹായിക്കുന്നു. രാമായണ കഥകളും കഥാപാത്രങ്ങളും നമ്മെ ധാർമ്മിക ജീവിതത്തിനും വ്യക്തിഗത വളർച്ചയ്ക്കും ഉതകുന്ന പല തത്വങ്ങളും പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗങ്ങൾ കിഷ്കിന്ധാകാന്ഡത്തിലെ സീതാന്വേഷണ ഉദ്യോഗം മുതൽ അംഗദാദികളുടെ സംശയം വരെ ഉള്ള ഭാഗമാണ്. സമകാലിക ലോകത്തും ഏറെ പ്രസക്തമായ പൗരാണിക ഭാരത സാഹിത്യ സൃഷ്ടിയായ ഇതിഹാസമാണ് രാമായണം. കർമ്മം, ധർമ്മം, ഭക്തി തുടങ്ങിയ കലാതീതമായ പല പാഠങ്ങളും രാമായണം നമുക്ക് പകർന്നു തരുന്നു. നീതി, ധൈര്യം, അനുകമ്പ തുടങ്ങിയ മൂല്യങ്ങൾ ഊന്നി പറയുന്ന ധാർമ്മിക ജീവിതത്തിനുള്ള വഴികാട്ടിയായി രാമായണം പ്രവർത്തിക്കുന്നു. ആധുനിക കാലത്ത് രാമായണം വ്യക്തികളെ സമഗ്രത ഉയർത്തിപ്പിടിക്കാനും വെല്ലുവിളികളെ സഹിഷ്ണുതയോടും വിനയത്തോടെയും നേരിടാനും പ്രചോദിപ്പിക്കുന്നു. സീതാന്വേഷണ ഉദ്യോഗം അഥവാ സീത എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള നിയോഗം. വാനര രാജാവായ സുഗ്രീവൻ തൻ്റെ വാനര സൈന്യത്തിന്റെ വീര്യം, അർപ്പണബോധവും രാമന് ഉറപ്പു നൽകുന്നു. എല്ലാ ദിശകളിലും സീതയെ തിരയാൻ തയ്യാറാണെന്ന് പറയുന്നു. അഹങ്കാരികളായ രാക്ഷസന്മാരെ പരാജയപ്പെടുത്താൻ കഴിവുള്ള കുരങ്ങുകളുടെ ശക്തിയും വൈവിധ്യവും അദ്ദേഹം ഊന്നിപ്പറയുന്നു. സുഗ്രീവന്റെ ഭക്തിയിൽ ആകൃഷ്ടനായ രാമൻ വാനരന്മാരെ, പ്രത്യേകിച്ച് ഹനുമാനെ സീതയെ കണ്ടെത്താനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നു. സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും കൂട്ടായ പ്രയത്നത്തിന്റെയും ശക്തി ഇവിടെ പ്രകടമാവുന്നു. ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഭാഗത്തു നിന്നും നമുക്ക് പഠിക്കാനുള്ളത്, കൂട്ടായ്മയും വിശ്വാസവും ഏതൊരു ദൗത്യത്തിന്റെയും വിജയം വിശ്വാസത്തിലും കൂട്ടായ്മ പ്രയത്നത്തിലും ഊന്നിയതാവുന്നു. രാമൻ സുഗ്രീവന്റെയും വാനരപ്പടയുടെയും വിശ്വസിക്കുകയും
ആശ്രയിക്കുകയും ചെയ്തതുപോലെ ഭക്തിയും കടമയും സുഗ്രീവന്റെ രാമഭക്തി, സുഹൃത്തുക്കളോടുള്ള മിത്രങ്ങളോടുള്ള കടമ അത് എടുത്തു കാണിക്കുന്നു. ധൈര്യവും കരുത്തും വാനര സൈന്യത്തിന്റെ വീര്യവും വൈവിധ്യവും കാണിക്കുന്നത് ഏകത്വത്തിലും നാനാത്വത്തിലുമാണ്. സ്വയംപ്രഭ ഗതി അഥവാ സ്വയംപ്രഭയുടെ മാർഗം. വെള്ളം തേടി നടന്ന ഹനുമാനും വാനരന്മാരും യോഗിനിയായിട്ടുള്ള സ്വയംപ്രഭയെ ഒരു മാന്ത്രിക ഗുഹയില് കണ്ടുമുട്ടുന്നു. തങ്ങളുടെ ദൗത്യം സ്വയംപ്രഭയോട് വാനര സംഘം വിവരിക്കുന്നു. അവരുടെ കഥ കേട്ട ശേഷം സ്വയംപ്രഭ അവരെ ആതിഥ്യ മര്യാദയോടെ സ്വാഗതം ചെയ്യുകയും അവർക്ക് കഴിക്കാനായിട്ട് പഴങ്ങളും കുടിക്കാൻ വെള്ളവും ഒക്കെ നൽകി. തന്റെ കഥ വാനര സംഘവുമായിട്ട് സ്വയംപ്രഭ പങ്കുവെക്കുന്നുമുണ്ട്. പിന്നീട് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ ആശംസിക്കുകയും ചെയ്യുന്നു. സ്വയംപ്രഭയുടെ വാനരന്മാരോടുള്ള ഈ സഹകരണവും പ്രോത്സാഹനവും സഹായവും എല്ലാം ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള മാർഗമധ്യേ ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നതാണ്. ഇതിൽ നിന്നും നമ്മൾക്ക് പഠിക്കാനുള്ള ഗുണപാഠം ദൈവിക മാർഗനിർദ്ദേശം ശ്രേഷ്ഠമായ അന്വേഷണങ്ങളില് സഹായിക്കാൻ ദിവ്യമായ മാർഗനിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തില് എത്തുമെന്ന് സ്വയംപ്രഭയുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നു. അതേപോലെ ആതിഥ്യ മര്യാദയും ദയയും. സ്വയംപ്രഭയുടെ ആതിഥ്യ മര്യാദ അപരിചിതരോടും ഔചിത്യക്കാരോടുമുള്ള ദയയും ഗുണവും പഠിപ്പിക്കുന്നു. വിശ്വാസവും സ്ഥിരോത്സാഹവും വെല്ലുവിളികൾക്കിടയിലും സീതയെ തേടിയുള്ള വാനര സംഘത്തിന്റെ തുടർച്ചയായ അന്വേഷണം വിശ്വാസത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രാധാന്യത്തെ കാണിക്കുന്നതാണ്. അടുത്ത ഭാഗം നമ്മൾ വായിച്ചത് സ്വയംപ്രഭ സ്തുതി, അതായത് സ്വയംപ്രഭയുടെ പ്രാർത്ഥന. രാമനെ കാണാൻ സ്വയംപ്രഭ ഗുഹയിൽ നിന്ന് പുറപ്പെടുന്നു. പ്രാർത്ഥനകൾ അർപ്പിക്കുകയും രാമനെ കണ്ടതില് കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വയംപ്രഭ രാമന്റെ ദൈവീകമായിട്ടുള്ള ആ ഭാവം അനുകരിക്കുകയും തന്റെ രാമഭക്തി തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സ്വയംപ്രഭ ആത്മാർത്ഥമായ ഭക്തിയുടെ ശക്തിയും ആത്മീയ പൂർത്തീകരണത്തിന്റെ സന്തോഷവും ഉൾക്കൊണ്ട് രാമൻ സ്വയംപ്രഭയുടെ ആഗ്രഹം നിറവേറ്റുന്നു. ഇതിൽ നിന്നും നമുക്ക് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഭക്തിയും നന്ദിയും. സ്വയംപ്രഭയുടെ പ്രാർത്ഥന ആത്മീയ ജീവിതത്തില് ഭക്തിയുടെയും കൃതജ്ഞതയുടെയും പ്രാധാന്യത്തെ കാണിക്കുന്നു. ദൈവീക പൂർത്തീകരണം ഭൗതികമായ ആഗ്രഹങ്ങളല്ല, ആത്മീകമായ ഭക്തിയിൽ നിന്നാണ് യഥാർത്ഥ നിർവൃത്തി ലഭിക്കുന്നത് എന്ന് രാമന്റെ അനുഗ്രഹം വ്യക്തമാക്കുന്നു. ദൈവദത്തമായ അംഗീകാരം മറ്റുള്ളവരിലെ ദൈവിക സ്വഭാവം ഉൾക്കൊള്ളുന്നത് വിനയവും ആദരവും വളർത്തുന്നു. പിന്നെ അംഗദന്റെയും സംഘത്തിന്റെയും സംശയം. തങ്ങളുടെ ദൗത്യം പരാജയപ്പെടുമോ എന്ന സംശയത്തില് അംഗദനും വാനര ശ്രേഷ്ഠരും ഭയപ്പെടുന്നു. തങ്ങളില് അർപ്പിതമായിട്ടുള്ള ദൈവീക ദൗത്യത്തെക്കുറിച്ചും രാമന്റെ വാത്സല്യത്തെക്കുറിച്ചും ഹനുമാൻ വാനര സംഘത്തോട് പറയുന്നു. തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് സംഘത്തെ ഓർമ്മിപ്പിക്കുകയും നിശ്ചയദാർഢ്യത്തോടെ സീതാന്വേഷണം തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരാളുടെ ലക്ഷ്യം തിരിച്ചറിയുന്നതില് അതിൽ നിന്നുണ്ടാകുന്ന ശക്തിയെക്കുറിച്ചുമാണ് ഈ ഭാഗം പറയുന്നത്. ഇതിൽ നിന്നും നമ്മൾക്ക് പഠിക്കാനുള്ളത് ആപത്തുകാലത്തെ അന്തർബലം, ഹനുമാന്റെ പ്രോത്സാഹനവും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ധൈര്യം പകരലും അംഗദന്റെ സംശയങ്ങള് ഇല്ലാതാക്കുന്നു. ലക്ഷ്യത്തെ അറിയുക. ഹനുമാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരാളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ സമയത്തു പോലും ശക്തിയും വ്യക്തതയും നൽകും. നേതൃത്വത്തിന്റെ പാഠവും പ്രോത്സാഹനവും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതില് പ്രോത്സാഹനത്തിന്റെയും ബുദ്ധിപരമായ ഉപദേശത്തിന്റെയും ശക്തിയാണ് കാണിക്കുന്നത്. ഇതാണ് ഹനുമാന്റെ നേതൃത്വ പാഠവം. ജയ് ശങ്കര. വളരെ സന്തോഷം. വളരെ വ്യക്തവും വിശദവുമായി തന്നെ ഇന്നത്തെ ഭാഗത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. വളരെ സന്തോഷം.
ഇനി നമ്മുടെ ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സാധാരണ പ്രശ്നോത്തരിയാണ് പതിവുള്ളത്. തുടർന്ന് കീർത്തനങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പേരുകൾ തന്നിട്ടുണ്ട്. ഇന്ന് പ്രശ്നോത്തരി അവതരിപ്പിക്കാൻ ആരെങ്കിലും മുംബൈ ചാപ്റ്ററിൽ നിന്ന് തയ്യാറായിട്ടുണ്ടോ? സാധാരണ നമുക്ക് പ്രശ്നോത്തരി അവതരിപ്പിക്കുന്ന ഉഷേർത്തിയ ഇന്ന് ഇവിടെ കാണുന്നില്ല. അല്ലെങ്കിൽ മറ്റാരുമില്ലെങ്കിൽ സരസ്വതി അപ്പോളെ സാദരം ക്ഷണിക്കുകയാണ്. അല്ല, രാജീവ് രാമ 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 ലോകാഭിരാമ രഘുരാമ രാമ രാമ ജയദാസരഥേ രാമ 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 ലോകാഭിരാമ നമസ്തേ ജഗത്പദേ सीतापदे नमस्ते देवपदे वेदपदे राम 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 लोकाभिराम मानवत्व महिमा विश्वगानमाय राम मानवत्व महिमा विश्वगानमाय राम मारुतिदन हृदय पद्मनाളി ചൂടും രാമ നിർമ്മലനായി ചിന്മയനായി നിസ്തുലനായി മേവും ഉണ്മയായ നന്മയായ ധർമ്മപദേ രാമ 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 ലോകാഭിരാമ രാമ 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 താടകയെ നിഗ്രഹിച്ചു താപസരെ കാത്തു താടകയെ നിഗ്രഹിച്ചു താപസരെ കാത്തു ശാപശിലയിലൊന്നു തൊട്ടു പ്രാണപുഷ്പം പൂത്തു ശാപശിലയിലൊന്നു തൊട്ടു പ്രാണപുഷ്പം പൂത്തു വില്ലൊടിച്ചു വിജയമാർന്നു മൈഥിലിയെ വേട്ടു താതശാസനം വരിച്ചു കാനനം കടന്നു രാമ 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 ലോകാഭിരാമ രഘുരാമ രാമ രാമ ജയദാശരഥേ രാമ 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 ലോകാഭിരാമ രാമ 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 നമസ്തേ. വളരെ സന്തോഷം രാമകൃഷ്ണൻ സാർ, വളരെ ഭംഗിയായി തന്നെ കീർത്തനം ആരംഭിച്ചു. നന്ദി. അടുത്തത് ശ്രീധരമേനോൻ സാറാണ് പേര് തന്നിരിക്കുന്നത്. സാദരം ക്ഷണിക്കുന്നു. ഇല്ലേ, വന്നിട്ടില്ലേ? ഞാൻ പാടട്ടെ സമയമുണ്ടെങ്കിൽ? ആയിക്കോട്ടെ, ശരി. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിതേ ജയ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവശിഖാമണി മുകുന്ദ രാമ പാഹി മാം
നിൻചരീതമോതുവാൻ നിലവിലോർമ്മ തോന്നണം. പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കരാ സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോദിടുന്നിതാമയ നീങ്ങുവാൻ. രാമ രാഘവ കടയുണ്ട് അവിടുന്ന് മറ്റേ മൈക്ക് ഓണാണ് കേട്ടോ. രാമമന്ത്രമോദിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തവത്സല മുകുന്ദ പത്മനാഭ പാഹി മാം. പന്നകാരി വാഹന മുകുന്ദ രാമ പാഹി മാം. കാൽത്തളരടിയിണ കനിഞ്ഞുകൂപ്പുമെന്നുടെ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്യുക മാം. പാരിണേ ദരിദ്ര ദുഃഖമേകിടാതെനിക്കു നീ ഭൂരിമോദമേകണം മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശ്രീകരം ഭവിക്കണമെനിക്കു ശ്രീപദേ വിഭോ. ശ്രീനിധേ ദയാനിധേ മുകുന്ദ രാമ പാഹി മാം. വിഘ്നമൊക്കെയുമകറ്റി വിശ്വകീർത്തി പൂർത്തിയായി വന്നിടാൻ അനുഗ്രഹിക്ക രാമ രാമ പാഹി മാം. വിത്തവാനുമാകണം വിശേഷ ബുദ്ധി തോന്നണം. വിശ്വനായക വിഭോ മുകുന്ദ രാമ പാഹി മാം. രോഗപീഡ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദ രാമ പാഹി മാം. പുത്രമിത്രധാര ദുഃഖമെത്രയും ഒഴിച്ചു നീ മിത്രവംശ സംഭവ മുകുന്ദ രാമ പാഹി മാം. ജന്മമുക്തി വന്നിടുവാനും ഇന്നെനിക്കൊരു വരം ജാതമായി വരേണമേ മുകുന്ദ രാമ പാഹി മാം. ജാനകി മനോഹര മനോഭിരാമ പാഹി മാം. ദീനരക്ഷക വിഭോ മുകുന്ദ രാമ പാഹി മാം. ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച ഭക്ഷസാംഗീത ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോടു മന്ദരമുയർത്തുവാനയങ്ങുട കൂർമ്മമായി അവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നതേറ്റമേലിൽ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായി അവതരിച്ചു നീ പുരാ നീതിയായി ഹിരണ്യനെ ഖനിച്ച രാമ പാഹി മാം. ജയത്രകങ്ങൾ മൂന്നടിയായി അളങ്ങുന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോടു ഭൂമി തന്ന ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇത് കുറച്ച് വലുതാണ്. വളരെ നന്നായി ആലപിച്ചു. വളരെ സന്തോഷം. നന്ദി. ഇനി മുംബൈ ചാപ്റ്ററിൽ നിന്ന് ആരെങ്കിലും കീർത്തനം ആലപിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടോ? ഹലോ, ഞാൻ ചൊല്ലിക്കോട്ടെ? ഓ ആയിക്കോളൂ, ചൊല്ലിക്കോളൂ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. യോഗിമാരുമായി ചെന്ന യാഗരക്ഷ ചെയ്തു പിന്നെ വില്ലൊടിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. താതൻ തന്റെ യാജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു കാടുപോക്കു രാമ രാമ പാഹി മാം.
ചാരനായി വന്നണഞ്ഞ മാനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ട കന്ന രാമ രാമ പാഹി മാം. ഭിക്ഷുവായി വന്നണഞ്ഞ ദുഷ്ടനായ രാവണൻ ലക്ഷ്മിയെയും കൊണ്ടുപോയി രാമ രാമ പാഹി മാം. ഖിന്നയായ ശോകവനം തന്നിൽ വാണദേവിയെ ചെന്നു കണ്ടു വായുപുത്രൻ രാമ രാമ പാഹി മാം. വാനരപ്പടയുമായി കടന്നു ചെന്നുടൽ രാവണനെ നിഗ്രഹിച്ച രാമ രാമ പാഹി മാം. പുഷ്പകം കരേറി സീത ലക്ഷ്മണ സമേതനായി തുഷ്ടി പൂണ്ടയോധ്യ ചേർന്ന രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. പത്മനാഭപരപുരുഷ മുക്തി ഭുക്തിദായക പങ്കജാക്ഷ ആദിനാഥ രാമ രാമ പാഹി മാം. നാരദാദി സേവിത കൃപാലയ നമോസ്തുതേ. വാരിജാസനാദി വിദ്യ രാമ രാമ പാഹി മാം. ചക്രധാരി വാസുദേവ മാധവ ജനാർദ്ദന ചക്രസോദരാച്യുത മുകുന്ദ രാമ പാഹി മാം. ഗോപിക മനോഹരാംഗ ഗോപവാട ദീപമേ താപശാന്തി ചെയ്തിടേണം രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. ജയശങ്കര. വളരെ സന്തോഷം. ശ്രീധരാ തവ പാദാംബുജം മമ ബാധ കൂട്ടാതെ സേവിച്ചു കൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹി മാം പാഹി മാം. രാഗദ്വേഷങ്ങൾ എന്നുടെ മാനസേ ഭോഗിതൽപക പറ്റാതിരിക്കുവാൻ ഭാഗധേയാധേ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹി മാം പാഹി മാം. മാനഹാനി വന്നിടിലുമെന്നുടെ ജ്ഞാനഹാനി വന്നിടാതിരിക്കുവാൻ ദീനബന്ധോ തുണക്കേണമെപ്പോഴും രാമരാഘവ പാഹി മാം പാഹി മാം. യത്നിച്ചേറ്റമിരന്നു നടക്കിലും മന്ദിച്ചിട്ടൊല്ല മാമക മാനസേ ഇന്ദിരാകാന്ത നിൻ പദം നൽകണേ രാമരാഘവ പാഹി മാം പാഹി മാം. നല്ലവരെ നമസ്കരിക്കാകണം നല്ല പുണ്യസ്ഥലം ഗമിക്കാകണം ഇല്ലാതാകണം ഭ്രാന്തിയും മായയാൽ രാമരാഘവ പാഹി മാം പാഹി മാം. മത്കൃതങ്ങളാം ദോഷങ്ങളൊക്കവേ ഉൾക്കമാലെ സഹിച്ചു കൊണ്ടെന്നുടെ ദുഷ്കൃതം തീർത്തു രക്ഷിച്ചു കൊള്ളണേ രാമരാഘവ പാഹി മാം പാഹി മാം. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ. വളരെ സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും നല്ല ഒരു വിരുന്നായിരുന്നു ഇന്ന് മുംബൈ ചാപ്റ്റർ കാഴ്ചവെച്ചത്. ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ശ്രീകാന്ത് ജിയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. എല്ലാ വർഷത്തോളം രാമായണ പാരായണം എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മുംബൈ ചാപ്റ്ററിന്റെ ഇന്നത്തെ പാരായണം എല്ലാം ഭംഗിയായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സഹകരണം കൊണ്ടും എല്ലാവരും ഉത്സാഹം കൊണ്ടും എല്ലാം വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. ജയശങ്കര. ഇപ്പൊ ഈ ആദ്യം മുതൽ കയറണം തന്നെ, പക്ഷെ അമ്പലത്തിന് ഡ്യൂട്ടി ടൈമാണ്. പിന്നെ 6:45 ദീപാരാധന തുടങ്ങുന്നത്. 7:20 കഴിയുമ്പോൾ. അപ്പൊ അത് കഴിഞ്ഞാലേക്ക് ഫ്രീ ആവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ അമ്പലത്തിന് ഓടി വന്ന ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. ഇനി 8:30 പൂജയ്ക്ക് കയറണം വീണ്ടും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ 8 മണിയ സമയം 8:10 എല്ലാം ഭംഗിയായി എന്ന് വിചാരിക്കണം. എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം ഒന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദിശങ്കര കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏതൊക്കെയോ കേരളത്തിൽ ജനിച്ച് ഏതൊക്കെയോ നാട്ടിൽ ജീവിക്കുക, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു ഒത്തുചേരാൻ ആചാര്യസ്വാമികളുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് തീർച്ചയായിട്ടും വിശ്വാസം തോന്നുന്നത്. കാരണം നമ്മളല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടുമുട്ടാൻ ഒരു സാധ്യത ഇല്ലാത്ത കുറെ ആൾക്കാരാണ് സത്യം പറഞ്ഞാല്. എവിടെയൊക്കെ ഇപ്പൊ പറഞ്ഞല്ലേ, കേരളത്തിലുണ്ട്, ബോംബെയില്, രാജസ്ഥാനില്, ചെന്നൈയില്, ലക്നൗ, എവിടെയൊക്കെയാണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാൻ ആചാര്യസ്വാമികൾ നിശ്ചയിച്ചിരുന്നുണ്ട്. ഏതോ കാലത്ത് നിശ്ചയിച്ചു വെച്ചതായിരിക്കും. അതുകൊണ്ടല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞങ്ങളിപ്പോ സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ ജ്യോതിഷേട്ടൻ അല്ലെങ്കിൽ സരസ്വതിക്ക് നമ്മൾ ഗ്രൂപ്പിൽ വല്ലപ്പോഴൊക്കെ കണ്ടുപരിചയമുണ്ടെന്നല്ലാണ്ട് ഇത്ര ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം വന്നത് ഈ ഒരു സംഘടന കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും.
അപ്പൊ ഇങ്ങനെ നല്ല 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 സത്സംഗങ്ങള്, പിന്നെ ഇപ്പൊ കഴിഞ്ഞ പോലെ 3-4 വർഷമായിട്ടുള്ള യാത്രകൾ, ഇപ്പൊ കഴിഞ്ഞ വർഷം യാത്ര ഭംഗിയായിട്ട് ഈ വർഷത്തെ യാത്രകൾ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുമാണ് ഈ ആത്മാന്റെ യാത്രയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ആ യാത്ര പോയതിന് ശേഷമുള്ള 46 പേരുടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അതിപ്പോ ഇന്നും സത്യം പറഞ്ഞ ഒരു 10 ദിവസത്തെ പരിചയമുള്ളൂ, പക്ഷെ ഏതാണ്ട് ഒരു കുറെ വർഷങ്ങളുടെ പരിചയമുള്ള പോലെയാണ് പലരും തമ്മിലുള്ള ഒരു ബന്ധം. ഇവിടെ തന്നെ ഉള്ളവരാണെങ്കിൽ അടുത്തടുത്തുള്ളവരാണെങ്കിൽ പോലും അമ്പലത്തിൽ എന്തെങ്കിലും കണ്ട് സംസാരിക്കും, പക്ഷെ ആ സംസാരത്തിന് വേണ്ടി ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടുണ്ട് യാത്രയ്ക്ക് ശേഷം. കുറച്ചുകൂടി ഒരു അടുപ്പം നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും തമ്മിലേ. അപ്പൊ അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ് സത്യം പറഞ്ഞ. അപ്പൊ അതൊക്കെ ആചാര്യങ്ങളുടെ അനുഗ്രഹം, പിന്നെ നമ്മുടെയൊക്കെ ഒരു സത്സംഗങ്ങളായിട്ട് സജ്ജനങ്ങളോട് ഒത്തുകൂടാനുള്ളൊരു അവസരം, ഒരു ഭാഗ്യം, അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഈ പലരും സോഷ്യൽ മീഡിയ കുറ്റം പറയും, പക്ഷെ ഇങ്ങനെയുള്ള നല്ല വശങ്ങൾ ആരും പറഞ്ഞു കാണാറില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയ കുറ്റം പറയുന്ന ആൾക്കാർ അധികവും. പക്ഷെ നമ്മുടെ ഉപയോഗം കൊണ്ട് വരണ അബദ്ധം തോന്നണം എനിക്ക്. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞിപ്പം കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ എവിടെ പോയാലും നമുക്ക് വെറും ഒരു മെസ്സേജ് കൊണ്ട് നമ്മളെ സഹായിക്കാൻ ആളോടി എത്തും. ആദിശങ്കര ഗ്രൂപ്പ് മാത്രം കണക്കാക്കിയാൽ തന്നെ മതി. ചെന്നൈയിലായാലും ബോംബെയിലായാലും രാജസ്ഥാനിലായാലും ഡൽഹിയിലായാലും ഒരു മെസ്സേജ് ഇട്ടാൽ മതി, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആള് അവിടെ എത്തും. ഇപ്പൊ ബോംബെയിൽ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു പല പ്രശ്നങ്ങൾ. ബോംബെയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലും ഒരു മലയാളി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഒരു 10 മിനിറ്റിനകം ആരെങ്കിലും അടുത്ത് എത്തും. എന്ത് അപകടമായാലും, എന്ത് നല്ല കാര്യത്തിനായാലും, എന്ത് അപകടത്തിനായാലും, എന്ത് ബുദ്ധിമുട്ടിനായാലും. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഇപ്പൊ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇപ്പൊ കേരളത്തിലെ നല്ല എവിടെയായാലും ആരെങ്കിലും ഒരാളെ, ആദിശങ്കരയിലത്തെ ഒരാളെങ്കിലും കാണാതിരിക്കില്ല ആ ഒരു മെസ്സേജ്. എന്താവശ്യം ഉണ്ടെങ്കിലും എത്തിപ്പെടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണങ്ങൾ അതൊക്കെ നമുക്കൊന്ന് അത് ആവശ്യം വരുമ്പോഴാണ് അതിന്റെ മനസ്സിലാവുള്ളൂ ചിലപ്പോ. ഇപ്പൊ നമുക്കത് ഇതൊക്കെ എന്തിനാ, അല്ലെങ്കിൽ എന്താ അതുകൊണ്ട് പ്രയോജനം, അല്ലെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളാരു അവിടേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇപ്പൊ എന്റെ കാര്യം തന്നെ അമ്പലത്തിലാണെങ്കിലും ശാന്തിയാണെങ്കിൽ പോലും അതിൽ ശ്രദ്ധിക്കാനല്ലേ, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇതിൽ ചേർന്ന പിന്നെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ 2-3 വർഷം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുക. മറ്റേ നമ്മളിങ്ങനെ ജീവിതത്തിലെ തിരക്കിന്റെ ഇടയിൽ ഇതിനൊന്നും സമയം ആലോചിക്കാനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു ഇതിൽ വന്നപ്പോ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ആവശ്യം കൊണ്ട്, ഇതിപ്പോ ഇങ്ങനെ 10 വാക്ക് പറയണമെങ്കിൽ പോലും നമുക്ക് പറ്റില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പൊ അതൊക്കെ ശീലിച്ചു തുടങ്ങി കുറേശ്ശെയായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന വളരെ സന്തോഷം. പിന്നെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഇതുപോലെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഭംഗിയായിട്ട് നമ്മളെ കുറെ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഉള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കണക്കാക്കിയാൽ മതി. അപ്പൊ നമ്മൾ എത്തും, പതുക്കെ ആണെങ്കിലും നമുക്കത് എത്താൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതിനെല്ലാവരും അനുഗ്രഹവും എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും എന്നേലൊന്നുമില്ല, നമുക്ക് ഒന്ന് മാത്രമായിട്ട് പറയാനില്ല. നമ്മൾ നമ്മുടെ പരിപാടികളും തന്നെ ഒരു അനവധി പരിപാടികളാണ്. എല്ലാ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കുക. എന്തായാലും ഇന്നത്തെ പരിപാടി ഭംഗിയാക്കി തന്നതിന് എല്ലാവർക്കും ആചാര്യങ്ങളുടെ അനുഗ്രഹം ഉണ്ടാക്കുന്ന പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. സ്വാമി ശരണയ്യപ്പ. ജയശങ്കര. വളരെ വളരെ സന്തോഷം ശ്രീകാന്ത്. ആത്മായനം യാത്രയുടെ അറേഞ്ച്മെന്റ്സ് പോലെ തന്നെ ഇന്ന് വളരെ ഭംഗിയായിട്ട് ഈ രാമായണ പാരായണവും ശ്രീകാന്ത് ജി ഒരുക്കി തന്നു. ഈ വരുന്ന ആത്മായനം 2025 യാത്രയ്ക്ക് ഒരുക്കങ്ങൾ നേതൃത്വം നൽകുന്നത് ശ്രീകാന്ത് ജിയും അതുപോലെ തന്നെ ചെന്നൈ കോർഡിനേറ്ററായ ശ്രീമതി സജ്ജനാജിയുമാണ്. അതിലും ഈ ഇന്നിപ്പോ കീർത്തനങ്ങളും പാരായണവും ഒക്കെ ജപിച്ച ആളുകൾ മിക്കവരും തന്നെ കഴിഞ്ഞ യാത്രയിൽ പങ്കെടുത്ത ആൾക്കാരതാണ്. അതും അവർ ഒരു കുടുംബമായി തന്നെ എല്ലാവരും മുന്നോട്ട് വന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ രാമായണക്കാറ്റ് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ രാമായണക്കാറ്റ് സമർപ്പിക്കുന്നതിനായി ഉഷ ഓപ്പോളെ സാദരം ക്ഷണിക്കുകയാണ്. പ്രശ്നോത്തരി അവതരിപ്പിക്കാൻ ഉണ്ടായില്ല, പക്ഷെ ഇപ്പൊ ഉഷപ്പോളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഉഷപ്പോള് ഇതിന്റെ സമർപ്പണത്തിനായി മുന്നോട്ട് വരുമല്ലോ. സാദരം ക്ഷണിക്കും. ഓഡിയോ മ്യൂട്ടാക്കിയിട്ട് വീഡിയോ ഒന്ന് എല്ലാവരും ഓൺ ചെയ്യണേ. എല്ലാവരും മുഖം ഒന്ന് കാണായിരുന്നു. കുറച്ച് ഒന്നിച്ച് എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷം. ഓഡിയോ മ്യൂട്ടാക്കി വെച്ചോളൂ, വീഡിയോ ഓൺ ആക്കി വെച്ചോളൂ. എന്നാൽ എല്ലാവരും ഒന്നിച്ച് കാണാമല്ലോ. നമുക്ക് നേരിട്ട് എപ്പോഴെങ്കിലും കാണാൻ പറ്റില്ല, ഇങ്ങനെയെങ്കിലും കാണാൻ സന്തോഷം. ജയശങ്കര. ജയശങ്കര. ഞാൻ ഒരു സ്ഥലത്ത് വരെ പോയിരുന്നു. നേരത്തെ എത്താമെന്ന് വിചാരിച്ചായിരുന്നു പോയത്. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് കയറാനും പറ്റിയില്ല. സാദരം ക്ഷമിക്കുക.
കേറാമെന്നുള്ള ഉദ്ദേശം ഇന്ന് ചോദ്യാർത്ഥാക്കൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ലേറ്റ് ആയി പോയി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതിന് സമർപ്പണത്തിന് നമുക്ക് സമർപ്പിക്കാം. എല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്നുള്ളത് സുരേഷ് ജിയും ശ്രീകാന്ത് ജിയും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടു. വളരെ ഭംഗിയായി, വളരെ സന്തോഷം. എന്നോടെല്ലാവരും ക്ഷമിക്കുക, എനിക്ക് നേരത്തെ അതൊന്ന് പറയാൻ പറ്റിയില്ല. കേറാം എന്നുള്ള ഒരു സങ്കല്പത്തിലായിരുന്നു. നമുക്ക് സമർപ്പിക്കാം. ഉഷോപ്പോൾ പ്രശ്നോത്തരം അവതരിപ്പിക്കുന്നുള്ള രീതിക്ക് ഞങ്ങളാരും തയ്യാറെടുത്തില്ല. പക്ഷെ എല്ലാവരും അത് അവസരത്തിനകത്ത് എല്ലാവരും എടുത്തിട്ട് അലക്കി. സത്യം പറഞ്ഞ സന്തോഷമുണ്ട്. ജയശങ്കര. ജയശങ്കര, ജയശങ്കര. ശ്രീകാന്ത് എന്നോട് ക്ഷമിക്കേ, കാരണം ഞാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ലേറ്റ് ആയി പോയി. ഞങ്ങൾ പലതവണ നോക്കിക്കൊണ്ടിരിക്കുന്നു ഉഷോപ്പോൾ എവിടെ, ഉഷോപ്പോൾ എവിടെ. എന്തായാലും വൈകിട്ടായാലും കയറാൻ പറ്റില്ല. സന്തോഷം ജയശങ്കര, ജയശങ്കര. പിന്നെ ഉടനെ തന്നെ കയറി നമുക്ക് സമർപ്പിക്കാം. ഓ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സന്തോഷം. എല്ലാരെയും ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞു. ശ്രീകാന്തിയൊക്കെ കണ്ടിട്ട് ആളുകളായി. കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഒന്നിച്ച് നമ്മള് 10 ദിവസത്തേക്കും ഒക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മള് ഈ മൊബൈലിൽ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കുടുംബാംഗങ്ങളായി കഴിഞ്ഞു. നമ്മൾ ശങ്കര കുടുംബാംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്കതിന് കൂടുതൽ അടുപ്പം. എനിക്ക് ശ്രീകാന്തി എന്നൊക്കെ പറഞ്ഞ എൻ്റെ സ്വന്തം സഹോദര തുല്യനായി. കാരണം ഞങ്ങളൊരു 10 ദിവസം ഒന്നിച്ച് ഉണ്ടായിരുന്നു. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കുടുംബവുമായിട്ട് മോനും ഒക്കെ ആയിട്ട് വളരെ ഒരു സൗഹൃദം. സുരേഷ് ജിയും ഞങ്ങളെല്ലാവരും കൂടെ. അപ്പൊ ആ സൗഹൃദങ്ങള് അല്ലെങ്കിൽ തന്നെ നമ്മൾ സൗഹൃദത്തിലാണെങ്കിലും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ നമ്മുടെ ആത്മീയ യാത്രകള് അവസരമൊരുക്കുന്നുണ്ട്. ഈ കൂട്ടായ്മ ഈ സുരേഷ് ജി ശ്രീകാന്ത് ജി പറഞ്ഞതൊക്കെ വളരെ ആപ്റ്റാണ്. എവിടൊക്കെ ഇരിക്കുന്നവരുമായിട്ട് ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കി. അതാണ് ഇതിന്റെ ഈ സത്സംഗത്തിന്റെ മഹത്വം. ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ വികാരങ്ങളുള്ളവരുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് തന്നെയാണ് ഒരു സത്സംഗം. സത്സംഗത്തിന്റെ മഹത്വം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. നമ്മൾ ജീവിക്കുന്നതൊക്കെ തന്നെ ആ പരമപുരുഷാർത്ഥങ്ങളാകുന്ന ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനാണ്. മോഹക്ഷയം മോക്ഷം, അതിലേക്ക് എത്തിച്ചേരാനാണ്. അതിന് നമ്മുടെ ആദിശങ്കരായയുടെ ഈ സത്സംഗം എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നുണ്ടെന്ന് അറിയുന്നതിലും അനുഭവിച്ചറിയുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാതാരമലരികളിലും സീതാ ലക്ഷ്മണ ഹനുമൽ സേവിതനായ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദമലരികളിലും ഇന്നത്തെ ഈ സത്സന്ധ്യ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ രാമായണക്കാറ്റ് 19-ാം ദിവസം സൂറത്ത് ചാപ്റ്ററാണ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ആ പാരായണത്തിൽ പങ്കെടുക്കണം. രാമായണക്കാറ്റിനോടൊപ്പം മുന്നോട്ട് പോകണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നമ്മുടെ ഇന്നത്തെ പാരായണ പരിപാടികൾ പര്യവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊള്ളു. ജയശങ്കര. ഒരു കാര്യം കൂടി, നമുക്ക് അടുത്ത ശങ്കരജയന്തിക്കെങ്കിലും ഇപ്പൊ ഇന്നുള്ള എല്ലാവരും അടുത്ത ശങ്കരജയന്തിക്ക് നമ്മൾ ഏപ്രിൽ അവസാനം ശങ്കരജയന്തി. ഡേറ്റ് ഞാൻ കൃത്യം ഓർമ്മയില്ല. ഏപ്രിൽ അവസാനമാണെന്നാണ് എന്റെ ധാരണ. അപ്പൊ അടുത്ത ശങ്കരജയന്തിക്ക് നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും ശങ്കരജയന്തി സ്ഥലത്ത് ഉണ്ടാവണം എന്നൊരു മോഹമുണ്ട്.
പറ്റാവുന്നവർക്ക് ഇപ്പോഴേ തയ്യാറെടുത്ത് വെക്കുക. ഏപ്രിൽ അവസാനം ഡേറ്റ് ഞാൻ നോക്കി വെക്കുക. ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആണെന്നാണ് എന്റെ ഓർമ്മ, 2026. അന്ന് പറ്റാവുന്നത്ര പേർക്ക് ഒന്നിച്ച് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. പറ്റും, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. നമ്മൾ വിചാരിച്ചാൽ പറ്റും, നടക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നേരത്തെ ഡേറ്റ് അറിഞ്ഞു വെച്ച് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത കാര്യം അങ്ങ് നടക്കും. നമുക്ക് നടത്തിയെടുക്കണം. ആചാരസ്വാമികൾ ഒപ്പം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റാത്ത എന്താ ഉള്ളത്? അതാ അനുഗ്രഹം ഉണ്ടല്ലോ. തീർച്ചയായും തീർച്ചയായും കാര്യം വിചാരിച്ചാൽ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത യാത്രയിൽ ഒക്ടോബർ നാട്ടിൽ കൂടിയൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നാട്ടിലെ ആ സമയത്ത് ഉണ്ടെങ്കിൽ ഒക്ടോബർ അവസാനമാണ്. ഞാന് രാമേശ്വരത്തല്ലേ വരുന്നത്. ഞാൻ വന്നേനെ, ഞാന് ആ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. ഉഷോപ്പോൾ എപ്പോഴാ തിരിച്ചു വരണ? എപ്പോഴാ? ഞാന് ജനുവരി മുതലേ ഇനിയും അതെ, ഞങ്ങള് നാട്ടിൽ കൂടി പൊക്കോളാം. പറ്റിക്ക് വെട്ടിക്കൊടുക്കൊന്ന് കയറണമെന്നുണ്ട്. പറ്റുമെന്ന് അറിയില്ല, സമയം സൗകര്യം അനുസരിച്ച്. ഞങ്ങളെ അമ്പലപ്പുഴ, ഹരിപ്പാട്, മണ്ണാർശാല, ഓച്ചിറ വരെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. കാലടിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ പറ്റാവുന്നത്ര സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ള രീതിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ പറ്റാന്ന് അറിയില്ല. പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെട്ടിക്കോട് ഞാൻ താമസമില്ല അല്ലെങ്കിൽ തന്നെ. അതെ, അതറിയാം. എന്നാലും ആ നാട്ടിലെത്തുമ്പോ ഉഷപ്പോൾ ഓർമ്മ വരില്ല അവിടെ കാണുമ്പോ. അതെ അതെ, അതെ അറിയിക്കാം. നമ്മളെന്തായാലും ഡേറ്റ് ഞാൻ അറിയിക്കാം. ഒക്ടോബർ 24 കാലടിയിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ മെസ്സേജ് ഇടാം. പറ്റാവുന്നവരൊക്കെ വഴിയുണ്ടെങ്കിൽ ഒന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നൊക്കെ കാണാം. കാലടി മുതൽ തിരുവനന്തപുരം വരെ എന്തായാലും ഉണ്ട്. ജയശങ്കര. അഭിലാഷി അടുത്ത ഏപ്രിലേക്ക് ഇപ്പോഴേ മാറ്റി വെച്ചോളൂ. അഭിലാഷിയുടെ ഡേറ്റ് ഏപ്രിലേക്ക് ഇപ്പോഴേ മാറ്റി വെച്ചോളൂ. തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് സ്വാമി. ഏപ്രിൽ ആണെന്നാണ് ഓർമ്മ. ഏപ്രിൽ 26, 28 അങ്ങനെ ഡേറ്റ് ആണ്. ലാസ്റ്റ് വീക്ക് ആണ്. അതെ അതെ, ഒരു വട്ടം ഞാൻ പോയതാ കാലടിയില്. അന്ന് എല്ലാരും കാണാൻ പറ്റിയില്ല, പക്ഷെ കുറച്ചുപേരെ കെട്ട്. ഞാനും ഉഷയപ്പോഴും കൂടെ അന്ന് കോട്ടയത്ത് പോയത്. അല്ല, ആ സമയമായിരുന്നു ജയശങ്കര. എല്ലാവർക്കും പോകും. ഓക്കെ, ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.